നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കണ്ണൂർ നിയമസഭാ സീറ്റ് അടുത്ത തവണ UDF-നായിരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയാണ്. CPM പോലും കണ്ണൂർ നിയമസഭാ സീറ്റിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ തൊഴുത്തിൽ കുത്തും പാലവെപ്പും സതീശൻ പാച്ചേനിയെ നിയമസഭയിൽ എത്തിക്കരുതെന്ന ഉയർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വാശിയം മൂലമാണ് കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലൊരാൾ വീണ്ടും അവിടെ നിന്ന് ജയിച്ചു കയറുന്ന അവസ്ഥയുണ്ടായത്. 2016-ലും 2021-ലും സതീശൻ പാച്ചേനിയെ തോൽപ്പിക്കുക, അയാളെ നിയമസഭ കാണാൻ അനുവദിക്കാതിരിക്കുക എന്ന വാശി ഒരു മുതിർന്ന നേതാവിന്, ഗർജിക്കുന്ന സിംഹത്തിന് ഉണ്ടായതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് തോറ്റതെന്ന് ആണ് എല്ലാവർക്കും അറിയാം. അത് UDF-ലെ ഘടകകക്ഷികളടക്കം എല്ലാവരും പറയുന്നുണ്ട്. ഗർജിക്കുന്ന സിംഹമായ ആ നേതാവിന് പാവം സതീശൻ പാച്ചേനിയെ കണ്ടുകൂടായിരുന്നു. അതുകൊണ്ടാണ് കണ്ണൂർ സീറ്റ് 2 തവണയായി കോൺഗ്രസിന് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ കടന്നപ്പള്ളിയെപ്പോലെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ജയിച്ച് 2 തവണ മന്ത്രിയാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇത്തവണ ഇനി കടന്നപ്പള്ളി മത്സരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ്. തനിക്ക് പ്രായമായി, അതിനൊക്കെയുള്ള ഒരു ബുദ്ധിയും അറിവും വിവേകവും ഒക്കെ കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്. കാരണം അദ്ദേഹം പ്രായമായി, ഇനി താൻ മത്സരിക്കുന്നത് ശരിയല്ല, പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തിന് മത്സരിച്ച് ജയിക്കുകയില്ല. പക്ഷെ മത്സരിക്കാൻ താല്പര്യവുമില്ല. താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ വിടവാങ്ങുകയാണെന്നുള്ള സന്ദേശം അദ്ദേഹം നൽകി. കാരണം പലതവണ MP ആയി, MLA ആയി, 3 തവണ മന്ത്രിയായി. ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തനിക്കൊന്നും പ്രത്യേകിച്ച് നേടാനോ ചെയ്യാനോ ഇല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് കടന്നപ്പള്ളി പതിയെ സജീവ രാഷ്ട്രീയത്തിൽ പിന്മാറുകയാണ്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല. ഒരുപക്ഷെ ആ സീറ്റ് CPM ഏറ്റെടുത്തേക്കും എന്നുള്ള ഒരു സൂചനയും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്, ശക്തമായി ലഭിക്കുന്നുണ്ട്. CPM ഒരുപക്ഷെ കണ്ണൂർ സീറ്റ് ഏറ്റെടുത്തേക്കാം. പക്ഷേ CPM-ന്റെ കണ്ണൂർ സീറ്റ് ജയിക്കുക അത്ര എളുപ്പമല്ല. കണ്ണൂരിൽ നിയമസഭാ മണ്ഡലത്തിലുള്ള മുസ്ലിം പോപ്പുലേഷൻ പൊതുവേ ഒരു കോൺഗ്രസ് അനുഭാവമുള്ള മണ്ഡലമാണത്. അങ്ങനെ വരുമ്പോൾ ആരായിരിക്കും കണ്ണൂരിലെ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥി? അത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. K. സുധാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ യുവനേതാവാണ് റിജിൽ മാക്കുറ്റി. വളരെ കരുത്തുള്ള സംഘാടകൻ, CPM-കാരെയും BJP-കാരെയും ഒരുപോലെ വെല്ലുവിളിക്കാൻ ചങ്കൂറ്റമുള്ളയാൾ, KSU-വിൻ്റെ ജില്ലാ അധ്യക്ഷനായിരുന്ന് കഴിവ് തെളിയിച്ചയാൾ, തെരഞ്ഞെടുപ്പിലൂടെ KSU-വിൻ്റെ ജില്ലാ അധ്യക്ഷനായ ആൾ. അതുകൊണ്ട് റിജിൽ മാക്കുറ്റിയെ പൊതുവെ കോൺഗ്രസിലെ അവിടുത്തെ ഒരു പ്രധാന മുഖമായിട്ടാണ് എണ്ണപ്പെടുന്നത്. മാത്രമല്ല K. സുധാകരൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ കൂടിയാണ് റിജിൽ മാക്കുറ്റി. റിജിൽ മാക്കുറ്റിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഒരിക്കലും K. സുധാകരൻ എതിർക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെയാണെന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കാരണം റിജിൽ മാക്കുറ്റി സുധാകരൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്, ഏറ്റവും അടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ റിജിൽ മാക്കുറ്റിയുടെ പേര് കണ്ണൂരിൽ ഉയർന്നു വന്നാൽ K. സുധാകരൻ യെസ് പറയുക അല്ലാതെ നോ ഒരിക്കലും പറയുകയില്ല. അതുകൊണ്ട് റിജിൽ മാക്കുറ്റിയുടെ പേരാണ് ഇപ്പോൾ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹം നിന്നാൽ അവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ആർക്കും സംശയമില്ല. കാരണം സതീശൻ പാച്ചേനിയുടെ കാര്യത്തിൽ നടന്ന പോലെയുള്ള തൊഴുത്തിൽ കുത്തും കാലുവാരലും പിന്നിൽ നിന്ന് കുത്തുമൊന്നും അവിടെ ഉണ്ടാവില്ല. അത് സുധാകരൻ്റെ സ്വന്തം ആൾ. മാത്രമല്ല റിജിൽ മാക്കുറ്റിക്ക് തന്നെ അവിടെ നിന്ന് ജയിക്കാനുള്ള വ്യക്തിപരമായ ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളാണ്. തനിക്കെതിരെയുള്ള നീക്കങ്ങളെ തടയാൻ കഴിയുന്ന നേതാവാണ്. യുവ നേതാവാണെങ്കിലും വലിയ തോതിലുള്ള ഒരു സംഘടനാ ബോധവും ശക്തിയും ഒക്കെ ആളാണ് അദ്ദേഹം. പിന്നെ ഈ നടുറോട്ടിലിട്ട് പശുവിനെ അല്ലെങ്കിൽ കാളയെ വെട്ടി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ. ഈ ബീഫിനെതിരെ കേന്ദ്ര BJP സർക്കാർ ചില പ്രചരണം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് റോട്ടിൽ കാളയെ വെട്ടി അദ്ദേഹം ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചു. അത് വലിയൊരു പ്രശ്നമായി. പിന്നീട് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. കാരണം നടുറോട്ടിൽ മൃഗങ്ങളെ വെട്ടി കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ നിയമം. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തെ കേസൊക്കെ എടുത്തു. അതെല്ലാം ശരിയാണ്. പക്ഷേ എങ്കിൽ തന്നെയും മുസ്ലിം ലീഗിൻ്റെയും മറ്റ് മുസ്ലിം വിഭാഗങ്ങളിലേക്ക് നല്ല പിന്തുണയുള്ള ആളാണ് ഈ റിജിൽ മാക്കുറ്റി. അതുകൊണ്ട് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് നിർത്തിയാൽ ആ സീറ്റ് കോൺഗ്രസിനെ നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പിന്നെ K. സുധാകരൻ്റെ ഒരു ഏറ്റവും അടുത്ത അനുയായിയാണ്. കുറച്ചുകൂടെ പ്രായം കൂടിയ റിജിൽ മാക്കുറ്റി എന്നാണ് വേണമെങ്കിൽ ഈ സണ്ണി ജോസഫിനെ വിളിക്കാം. കാരണം അത്രയ്ക്ക് K. സുധാകരൻ്റെ ആരാധകനാണ് ഈ സണ്ണി ജോസഫ്. അതുകൊണ്ട് റിജിൽ മാക്കുറ്റി തന്നെയായിരിക്കും ഇത്തവണ കോൺഗ്രസിൻ്റെ കണ്ണൂരിലെ നിയമസഭാ സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.